പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബസന്ത്, ഇന്നലത്തേതുകൊണ്ട് സിന്ധൂർ അവസാനിച്ചില്ല. ഇന്ന് രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ മന്ത്രി വിവിധ കക്ഷി നേതാക്കളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ ഉച്ച കഴിഞ്ഞ് 2:30 2:34 ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി വിശദീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഇന്നലെ രാത്രി ഇന്ത്യൻ ആർമി ടാർഗറ്റുകൾ ലക്ഷ്യം വെച്ചു. അത് നിഷ്പ്രഭമായി. മറുപടിയായി ഇന്ത്യ ലാഹോറും കറാച്ചിയും റാവൽപിണ്ടിയും അടക്കം ടാർഗറ്റ് ചെയ്തു എന്ന് വ്യക്തമാക്കുന്നു. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഭാഗമായി നടന്നത്? അഭിലാഷ്, ഇന്ന് പുലർച്ചെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഘട്ടം അരങ്ങേറിയത്. അതായത് ലാഹോർ അടക്കമുള്ള നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ ഡ്രോൺ മിസൈൽ അറ്റാക്കുകളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആക്രമണങ്ങളാണ് ഉണ്ടായത്. ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ പ്രതിരോധ സംവിധാനം ചൈനയുടെ ആണ് ആ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയിരുന്നത്. അത് തകർന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, പാകിസ്ഥാൻ ഔദ്യോഗികമായി പറഞ്ഞത് ഞങ്ങളുടെ 9 നഗരങ്ങൾ, അതായത് കറാച്ചി, ലാഹോർ, റാവൽപിണ്ടി, അട്ടോക്ക്, ഗുജറൻവാല, സിയാൽകോട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഏകദേശം അതിനെ ചുവട് പിടിച്ചാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഞങ്ങൾ തകർത്തു എന്നുള്ളത്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ വേറൊരു വ്യാഖ്യാനമാണ് ഇക്കാര്യത്തിൽ നൽകുന്നത്. അതായത് ഇന്ത്യ അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല. ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി എന്ന് പറയുന്നത് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ആരോപണമാണ് വെക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഇന്നത്തെ ഔദ്യോഗികമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും അതിനുശേഷം ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയവും വിദേശ മന്ത്രാലയവും ഒന്നിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇന്ത്യ ഈ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ലാഹോറിലെ ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ പാക് മാധ്യമങ്ങളാണ് ആദ്യമായി ലാഹോറിൽ 3 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. വോൾട്ടൺ റോഡ് വിമാനത്താവളത്തിന് സമീപവും അതോടൊപ്പം ഗോപാൽ നഗറിലും നസീറാബാദിലും ഇതുണ്ടായി എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഇന്ത്യയുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്നുള്ളൊരു വിവരവും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ റാവൽപിണ്ടിയിൽ അതോടൊപ്പം തന്നെ കറാച്ചിയിലെ 2 സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എക്സിൽ അവിടെ നിന്നുള്ള തദ്ദേശവാസികളും പങ്കുവച്ചു. അതിൽ പ്രധാനമായും ഈ ഡ്രോണുകളുടെ ചിത്രങ്ങളായിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് 15 സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നാണ് ഇന്ന് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ S-400 ട്രയംഫ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഈ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തെ തടുത്തു എന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. 15 സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജമ്മു കാശ്മീർ, അതോടൊപ്പം തന്നെ ഗുജറാത്ത്, അതോടൊപ്പം പഞ്ചാബ്, ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 15 സ്ഥലങ്ങളിലെ സൈനിക ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ആണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത്. അമൃത്സറിൽ സുവർണ ക്ഷേത്രത്തെയും ലക്ഷ്യമിട്ടു എന്നുള്ളൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും അമൃത്സറിൽ രാവിലെ 2 സ്ഫോടനങ്ങൾ കേട്ടു എന്ന് തദ്ദേശവാസികൾ പറയുന്നുണ്ട്. തൊട്ടു പിന്നാലെ മജീദ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടുത്തെ ഒരു ഗ്രാമത്തിൽ നിന്നും ചൈനീസ് മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ മിസൈൽസ് S-400 ട്രയംഫ് മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത ചൈനീസ് മിസൈലുകളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇക്കാര്യം ഔദ്യോഗികമായി ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 15 സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ നീക്കം ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഒരു ഓൺഗോയിങ് ഓപ്പറേഷനാണ് എന്നുള്ള കാര്യം കക്ഷി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. പുറത്തു വന്ന രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൻ്റെ ഇടയിൽ പറഞ്ഞത്, ഞങ്ങൾ ചില വിവരങ്ങൾ ചോദിച്ചപ്പോൾ സർക്കാർ അത് പങ്കുവച്ചില്ല എന്ന് പറഞ്ഞു. ഇതിനുള്ള വിശദീകരണം പിന്നീട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നൽകിയത്. പ്രതിരോധ മന്ത്രി കക്ഷി നേതാക്കളെ അറിയിച്ചത് ഇതൊരു ഓൺഗോയിങ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് തുടരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം നിർണായകമായ സങ്കീർണമായ വിവരങ്ങളൊന്നും തന്നെ പങ്കുവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നു എന്ന് തന്നെയാണ്.